നമസ്കാരം. വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കാനുള്ള ഫണ്ട് ശേഖരണം നിയന്ത്രിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ചലച്ചിത്ര നടനും അഭിഭാഷകനുമായ സി ഷുക്കൂർ സമർപ്പിച്ച ഹർജി കേരള ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. വിവിധ വിഷയങ്ങളിൽ സ്വന്തം നിലപാട് വ്യക്തമാക്കി പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാംസ്കാരിക വ്യക്തിത്വം കൂടിയാണ് ഷുക്കൂർ വക്കീൽ. മുസ്ലിം സ്ത്രീയുടെ സ്വത്തവകാശ പ്രശ്നത്തിലൊക്കെ അദ്ദേഹം നടത്തുന്ന പോരാട്ടം നമുക്കറിയാം. തൻ്റെ 3 പെൺമക്കൾക്ക് സമ്പൂർണ്ണ അനന്തരാവകാശം ഉറപ്പാക്കാൻ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം അദ്ദേഹം ഈയിടെ സ്വന്തം ഭാര്യയെ വീണ്ടും വിവാഹം ചെയ്തത് പെൺകുട്ടികൾ മാത്രമുള്ള ഒരുപാട് മുസ്ലിം കുടുംബങ്ങൾക്ക് വലിയ പ്രചോദനമായിരുന്നു. സ്വാഭാവികമായും എതിരാളികളും ശത്രുക്കളും ധാരാളമുള്ള മനുഷ്യൻ. അവരൊക്കെ ഷുക്കൂർ വക്കീലിനെ പരിഹസിക്കാനും അധിക്ഷേപിക്കാനും കിട്ടിയ ഒരവസരമായി ഈ ഹൈക്കോടതി വിധി ആഘോഷിക്കുകയാണ്. ഷുക്കൂർ വക്കീലിന് കോടതിയിൽ എന്താണ് സംഭവിച്ചത്? ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഷുക്കൂർ വക്കീൽ ഉയർത്തിയത് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരണം നടക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും 1,900 സംഘടനകൾ ദുരിതാശ്വാസത്തിനായി പണപ്പിരിവ് നടത്തുകയും തോന്നിയ പോലെ അവ വിനിയോഗിക്കപ്പെടുകയും ചെയ്യുന്നത് നിരീക്ഷിക്കപ്പെടുകയോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്യേണ്ടതുണ്ട്. സംഘടനകളുടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ അഴിമതി ഉണ്ടാകില്ലെന്ന് വിശ്വസിച്ചാൽ തന്നെ നേരിയ തോതിലെങ്കിലും സ്വജന പക്ഷപാതവും നിക്ഷിപ്ത താൽപ്പര്യവും കടന്നുകൂടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ദുരിതാശ്വാസ വിതരണത്തിൽ അസമത്വവും അനീതിയും സംഭവിക്കാൻ അതുകൊണ്ട് തന്നെ ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടാകും. ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ സുതാര്യതയെക്കുറിച്ച് കേരള ഹൈക്കോടതി തന്നെ മുമ്പ് പലവട്ടം സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ ഇടപെടണമെന്നും നിയന്ത്രിക്കണമെന്നും ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുമുണ്ട്. അതിലേക്ക് വരാം. കോടതിയെ സമീപിച്ചപ്പോൾ ഷുക്കൂർ വക്കീലിന് അബദ്ധം സംഭവിച്ചു. അത് വക്കീലിന് പറ്റാൻ പാടില്ലാത്തതായിരുന്നു. മാൻഡമസ് റിട്ട് സമർപ്പിക്കുമ്പോൾ ഉണ്ടാകേണ്ട സൂക്ഷ്മത അദ്ദേഹത്തിന് ഉണ്ടായില്ല. 5 തരം റിട്ടുകളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 226 അനുസരിച്ച് ഹൈക്കോടതി മുമ്പാകെയും ആർട്ടിക്കിൾ 32 അനുസരിച്ച് സുപ്രീം കോടതി മുമ്പാകെയും സമർപ്പിക്കാൻ പറ്റുന്നത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷിയോറാറി, പ്രോഹിബിഷൻ, കോ വാറണ്ടോ എന്നിവയാണ് ഈ 5 റിട്ടുകൾ. ഇതിൽ മാൻഡമസ് റിട്ട് ഹർജിയാണ് ദുരിതാശ്വാസ പിരിവുമായി ബന്ധപ്പെട്ട് ഷുക്കൂർ വക്കീൽ അഡ്വക്കേറ്റ് പി അബ്ദുറൌഫ് മുഖേന കേരള ഹൈക്കോടതി മുമ്പാകെ സമർപ്പിച്ചത്. മാൻഡമസ് എന്നാൽ വി കമാൻഡ് എന്നാണ് അർത്ഥം. അധികാരസ്ഥാനത്തിരിക്കുന്നവർ നിയമപരമായി നിർബന്ധമായും ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ചെയ്യാതിരിക്കുകയോ ചെയ്യാൻ വിസമ്മതിക്കുകയോ ചെയ്യുമ്പോഴാണ് മാൻഡമസ് ഇഷ്യൂ ചെയ്യുന്നത്. ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനോ കോർപ്പറേഷനോ ട്രിബ്യൂണലിനോ കീഴ്ക്കോടതിക്കോ സർക്കാരിന് തന്നെയോ എതിരെ മാൻഡമസ് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. അധികാരികളും അധികാര സ്ഥാപനങ്ങളും നിയമപരമായ നിർബന്ധ ബാധ്യതകൾ നിറവേറ്റുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് മാൻഡമസ് റിട്ടിൻ്റെ ഉദ്ദേശം. പ്രസ്തുത അധികാരിക്ക് അധികാര സ്ഥാപനത്തിന് വിവേചനാധികാരമുള്ള വിഷയത്തിൽ ഈ റിട്ട് അനുവദനീയമല്ല. നിയമപരമായി നിർബന്ധ ബാധ്യതയില്ലാത്ത വിഷയത്തിലും പറ്റില്ല. തീർത്തും സ്വകാര്യമായ അവകാശം നേടിയെടുക്കാനും പറ്റില്ല. ഏതെങ്കിലും നിയമത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നടപ്പാക്കുന്നതിനും റിട്ട് പറ്റില്ല. നിയമത്തിൽ തന്നെ പ്രസ്തുത കാര്യം നേടിയെടുക്കുന്നതിന് മറ്റു വഴികളുണ്ടെങ്കിൽ ആ വിഷയത്തിലും മാൻഡമസ് ഇഷ്യൂ ചെയ്യില്ല. മാൻഡമസ് റിട്ട് സമർപ്പിക്കാൻ ചില നിബന്ധനകളുണ്ട്. നിങ്ങളുടെ ഒരാവശ്യം ബന്ധപ്പെട്ട അധികാരി നിഷേധിച്ചിരിക്കണം. ആ ആവശ്യം അനുവദിച്ച് കിട്ടാൻ നിങ്ങൾക്ക് നിയമപരമായ അവകാശമുണ്ടായിരിക്കണം. ആ ആവശ്യം നിറവേറ്റാൻ അധികാരിക്ക് നിയമപരമായും നിർബന്ധിതമായും അധികാരമുണ്ടായിരിക്കണം, ബാധ്യതയുണ്ടായിരിക്കണം. ഉദാഹരണമായി, നിങ്ങളുടെ ഭൂമി ഒരു സർക്കാർ ആവശ്യത്തിന് ഏറ്റെടുത്തു എന്നിരിക്കട്ടെ. നിങ്ങൾക്ക് വലിയ തുക നഷ്ടപരിഹാരമായി കിട്ടുകയും ചെയ്തു. പക്ഷേ തുക വിതരണം ചെയ്യാൻ കാലതാമസം നേരിട്ടു. ആ കാലയളവിലുള്ള പലിശ കൂടി ലഭിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, അർഹതയുണ്ട്. പലിശ ലഭിക്കാൻ നിങ്ങൾ ലാൻഡ് അക്വിസിഷൻ ഓഫീസറെ സമീപിക്കുന്നു. അയാൾ നിങ്ങളുടെ അപേക്ഷ വെച്ചു താമസിപ്പിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ മാൻഡമസ് റിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഒരു ഉദാഹരണം കൂടി. സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാനവും വെള്ളപ്പൊക്കവും സംബന്ധിച്ച് പഠനം നടത്താൻ ഒരു കമ്മീഷനെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് നിങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു. നിയമസഭ പ്രമേയം പാസാക്കിയാൽ മാത്രമേ അത്തരം കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് ബാധ്യതയുള്ളൂ. മാത്രവുമല്ല, അത് സർക്കാരിൻ്റെ നിർബന്ധ ബാധ്യതയുമല്ല, സർക്കാരിന് വിവേചനാധികാരമുള്ള കാര്യമാണ്. ഇക്കാര്യത്തിൽ ഒരു മാൻഡമസ് റിട്ട് ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. മറ്റൊരു ഉദാഹരണം, നിങ്ങൾ അമിതമായി അടച്ചുപോയ നികുതി തിരിച്ചു കിട്ടാൻ ആദായ നികുതി കമ്മീഷനെ സമീപിക്കുന്നു. നിങ്ങളുടെ അപേക്ഷ കമ്മീഷൻ നിരാകരിക്കുന്നു.
റൂൾ അനുസരിച്ച് ഈ തുക തിരിച്ചു തരാൻ ആദായ നികുതി വകുപ്പ് ബാധ്യസ്ഥരല്ല. നിങ്ങൾക്കത് തിരിച്ചു പിടിക്കാൻ സിവിൽ കേസ് കൊടുക്കാൻ വേറെ വകുപ്പുമുണ്ട്, നിയമമുണ്ട്. ഇക്കാര്യത്തിലും നിങ്ങൾക്ക് റിട്ട് ലഭിക്കില്ല. കാരണം ഇക്കാര്യത്തിൽ സിവിൽ കോടതിയെ സമീപിക്കാൻ നിയമപരമായി മറ്റ് മാർഗങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. കടുത്ത ഭാഷയിൽ തന്നെയാണ് ഹൈക്കോടതി ഷുക്കൂർ വക്കീലിനെ താക്കീത് ചെയ്തിരിക്കുന്നത്. 25,000 രൂപ പിഴയായി വിധിക്കുകയും ചെയ്തു. ആ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹർജിയിൽ കോടതി ചൂണ്ടിക്കാട്ടിയ നിയമപരമായ പിഴവുകൾ എന്താണെന്ന് നോക്കാം. 1. ഫണ്ട് ദുരുപയോഗം ചെയ്തതിന് തെളിവുകളില്ല. 2. നിയമം നടപ്പാക്കാൻ ചുമതലയുള്ള അധികാരികളെയോ ജില്ലാ ഭരണാധികാരികളെയോ അത്തരം പരാതികളുമായി ഹർജിക്കാരൻ സമീപിച്ചില്ല. 3. വയനാടിനു വേണ്ടി ഫണ്ട് പിരിച്ചവർ അത് ദുർവിനിയോഗം ചെയ്തതിൻ്റെ വിവരങ്ങളും ഹർജിയിലില്ല. 4. പിരിച്ചെടുത്ത ഫണ്ട് ഗുണഭോക്താക്കളിൽ എത്തിയില്ല എന്നതിനും തെളിവുകളില്ല. കോടതി ചോദിച്ച 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവയാണ്. 1. ദുരന്ത ബാധിതർക്കായി വ്യക്തികൾ പിരിവ് നടത്തുന്നതിനെ തടയുന്ന ഏതെങ്കിലും നിയമമുണ്ടോ? 2. താങ്കളുടെ സുഹൃത്തിന് രോഗം ബാധിച്ചു ആശുപത്രിയിലാകുന്നു. താങ്കൾ പൊതുജനങ്ങളിൽ നിന്ന് പിരിവെടുക്കുന്നു. അതിനെ എങ്ങനെ നിയന്ത്രിക്കും? അത് നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമാണോ? ഒരു കാര്യം കൂടി കോടതി വ്യക്തമാക്കി. പണം കൊടുക്കുന്നവർ പിരിവുകാരെ വിശ്വാസത്തിലെടുക്കുന്നുണ്ടാകും. കൊടുക്കുന്ന പണം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത് നൽകുന്നവരുടെ ഉത്തരവാദിത്തമാണ്. നിയന്ത്രണമില്ലാതെ ക്രൗഡ് ഫണ്ടിംഗ് നടത്തുന്നത് വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഗുജറാത്ത് ഹൈക്കോടതി ഈയിടെ നിരീക്ഷിച്ചിരുന്നുവെന്ന് ഓർക്കണം. ക്രൗഡ് ഫണ്ടിംഗ് ആർക്കും എപ്പോഴും എങ്ങനെയും നടത്താൻ പറ്റുമോ എന്നാണ് ഗുജറാത്ത് ഹൈക്കോടതി അന്ന് വാക്കാൽ ചോദിച്ചത്. 3 മാസം മുമ്പാണ് ഈ സംഭവം. ഒരു തൃണമൂൽ കോൺഗ്രസ് നേതാവ് 1 കോടിയോളം രൂപ പൊതു ആവശ്യത്തിന് സമാഹരിക്കുകയും ആ തുക ഓഹരി വിപണിയിൽ സ്വന്തം പേരിൽ നിക്ഷേപിക്കുകയുമാണ് ചെയ്തത്. സംഭാവന നൽകിയ ഒരു സ്ത്രീ ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകി. പല രാജ്യങ്ങളിലും ക്രൗഡ് ഫണ്ടിംഗ് നിയന്ത്രിക്കാൻ നിയമങ്ങളുണ്ട്. ഇന്ത്യയിൽ ഇത്തരം നിയമങ്ങളില്ലെന്നും അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും ഹൈക്കോടതി നിരീക്ഷിക്കുക ആണ് ചെയ്തത്. ഈ കേസിൽ കോടതിയുടെ വിധി വന്നിട്ടില്ല. ഓൺലൈൻ ക്രൗഡ് ഫണ്ടിംഗ് സംഭാവന സ്വീകരിക്കാനുള്ള ആരോഗ്യകരമായ ഒരു വഴിയല്ലെന്ന് മദ്രാസ് ഹൈക്കോടതിയും ഈയിടെ നിരീക്ഷിച്ചിട്ടുണ്ട്. ഒരു ക്ഷേത്രത്തിലെ പ്രതിമകൾ പുനഃസ്ഥാപിക്കാൻ ഒരു യൂട്യൂബർ ഓൺലൈൻ വഴി ഫണ്ട് ശേഖരണം നടത്തിയതാണ് വിഷയമായത്. ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്കായി ക്രൗഡ് ഫണ്ടിംഗ് നടത്തുന്നതിനെ നിയന്ത്രിക്കാൻ സംവിധാനം വേണമെന്ന് കേരള ഹൈക്കോടതി തന്നെ മുമ്പ് സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും ആവശ്യപ്പെട്ടിരുന്നു. ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി സ്വകാര്യ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് നടത്തുന്ന ക്രൗഡ് ഫണ്ടിംഗ് നിരീക്ഷിക്കാൻ ആരിഫ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ സംസ്ഥാന സർക്കാരിനോട് കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചതും അടുത്താണ്. ആരിഫിൻ്റെ കേസിൽ ഹൈക്കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്: ക്രൗഡ് ഫണ്ടിംഗ് പ്രവർത്തനം തടയാൻ തൽക്കാലം കോടതി ഉദ്ദേശിക്കുന്നില്ല. സ്വകാര്യ വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് പോകുന്നതിന് പകരം ഫണ്ട് ഗവൺമെൻറ്റിലേക്ക് പോകണം. സ്വകാര്യ വ്യക്തികൾ അത് ആവശ്യക്കാർക്ക് കൊടുക്കാനും കൊടുക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അന്ന് കോടതി കൃത്യമായി പറഞ്ഞത് ഇങ്ങനെയാണ്: കണ്ട അണ്ടനും അടകോടനുമൊക്കെ, കോടതി ഉപയോഗിച്ച ഭാഷ എവരി ടോം ഡിക്ക് ആൻഡ് ഹാരി എന്നാണ്. ഇങ്ങനെ എല്ലാവർക്കും കുട്ടികളുടെ അപൂർവ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞ് ഫണ്ട് പിരിക്കാം. അത്തരം ഇടപാടുകളുടെ മേൽ എന്തെങ്കിലും നിയന്ത്രണം സർക്കാരിനുണ്ടോ? പിരിച്ചെടുക്കുന്ന ഈ തുക മുഴുവൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അന്വേഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് എന്നാണ് അന്ന് കോടതി നിരീക്ഷിച്ചത്. ഏതായാലും താൻ ഉയർത്തിയ വിഷയവുമായി മുന്നോട്ട് പോകുമെന്ന് ഷുക്കൂർ വക്കീൽ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.